ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്കൊക്കെ ക്ലാസ്സുള്ള ഒരു വർക്കിംഗ് ഡേയിലെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. രാവിലെ തൊട്ടുള്ള കുറച്ച് കുക്കിംഗ് വിശേഷങ്ങളും ക്ലീനിങ്ങും അതുപോലെ കുറച്ച് കിച്ചൺ ഓർഗനൈസിങ് വിശേഷങ്ങളും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതുമാണല്ലോ. അപ്പം അന്ന് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയും തേങ്ങാ ചമ്മന്തിയാണ്. പിന്നെ ഇതിപ്പോൾ കുറച്ച് ചിക്കൻ 65 ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ റെസിപ്പി കാണിച്ചപ്പോഴത്തേനും 2-3 ഫ്രണ്ട്സ് അതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഞാനത് അതിൻ്റെ റെസിപ്പി കാണിക്കാം, എഴുതി കാണിക്കാം. അതുപോലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാട്ടോ. അപ്പോൾ സംഭവം ഈസിയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ 65 എപ്പോഴും 65 കട്ട് ചെറിയ പീസാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ചിക്കൻ നല്ലപോലെ ക്ലീനാക്കിയ ചിക്കനിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ തൈര്, ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ ക്രഷ് ചെയ്തത്, അതുപോലെ പെരുംജീരകം, പിന്നെ കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി, ഗരം മസാലപ്പൊടി, ഇച്ചിരി സിനമൺ, പിന്നെ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ കറിവേപ്പില. ഇതെല്ലാം കൂടി നല്ലപോലെ ഒരു മിക്സ് ആക്കിയിട്ട് നമ്മുടെ ചിക്കൻ 65 നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. പറ്റുവാണെങ്കിൽ ഓവർനൈറ്റ് വെക്കുവാണെങ്കിൽ ചിക്കനിലോട്ട് നന്നായിട്ട് പിടിക്കും. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനടുത്ത് ഫ്രൈ ആക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇഡ്ഡലി ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട്, ഒരു സെറ്റ് അവിടെ ആവുന്നുണ്ട്. കുറച്ചധികം ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ലഞ്ചിനും ഇഡ്ഡലിയും ചമ്മന്തിയും പിന്നെ കുറച്ച് ചിക്കൻ 65 തന്നെയാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. അപ്പോൾ കടുകും ഉലുവയും ഉണക്കമുളകും വേപ്പിലയൊക്കെ പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ തേങ്ങാ ചമ്മന്തി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് താളിച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ ചില സമയത്ത് നമ്മുടെ കറി ബൗളിലോട്ട് താളിച്ചൊഴിക്കലുണ്ട്. ഇപ്പം എന്തായാലും ചീനച്ചട്ടി തന്നെ താളിച്ചതിലോട്ട് തേങ്ങയുടെ അരപ്പിട്ടിട്ട് അങ്ങനെയാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇഡ്ഡലിയും ചമ്മന്തിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ സ്നാക്ക് ബോക്സിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, മാൽക്കിസ്റ്റ് പറഞ്ഞിട്ട്, അതും പിന്നെ ബദാമും ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇതാണ് ലഞ്ച് ബാഗ്. അതിനകത്ത് ഇപ്പോൾ ലഞ്ച് ബോക്സ് ഉണ്ട്, സ്നാക്ക് ബോക്സ്, പിന്നെ വാട്ടർ ബോട്ടിൽ. അതുപോലെ ഞാൻ മിക്കവാറും കുടയും കൂടി അതിനകത്ത് തന്നെ ഫിറ്റാക്കാൻ നോക്കും. വലിയ ലഞ്ച് ബാഗാണ്. അപ്പം അത്രയും ലോഡ് നമുക്ക് കുട്ടികളുടെ ബാഗിൻ്റെ കുറയ്ക്കാമല്ലോ, ആ ഒരു കരുതിയിട്ടാണ് കേട്ടോ. ആദ്യമൊന്നും അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ മാക്സിമം നിർബന്ധിച്ച് ലഞ്ച് ബാഗിൽ വെക്കുവാണെങ്കിൽ അത്രയും നമ്മുടെ ബാഗിൻ്റെ ലോഡ് കുറയും. അത് അവർക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ക്ലീനിങ് റോബോട്ടിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. യൂസ് ചെയ്ത് തുടങ്ങി. നല്ല വ്യത്യാസം മീൻസ് ഇതിന് മുന്നേ യൂസ് ചെയ്തിരുന്നത് വെച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി സംഭവമാണ്. MIയുടെ ക്ലീനിങ് റോബോട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം നല്ല പവറുണ്ട്. നമ്മളിത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് തന്നെ വീട് കെടുക്കും. അപ്പം നമ്മൾ നല്ല പോലെ പ്രോംപ്റ്റായിട്ടൊരു സ്കെഡ്യൂൾ വെച്ച് തന്നെ ഇത് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും നമുക്ക് ഇതിൽ എല്ലാം മൊബൈൽ വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഓരോ റൂമുകൾ മാപ്പ് ചെയ്തിട്ട് ഓരോ റൂം എപ്പോൾ കൊടുക്കണം അങ്ങനെ ടൈമൊക്കെ സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് വെറ്റ് മോപ്പിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറ്റുവാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഡെയിലി ബേസിസിൽ ചെയ്യുന്ന മെയിനായിട്ടുള്ള പരിപാടി ലോണ്ട്രിയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാ ദിവസവും എന്തായാലും ഒരു ലോഡ് ലോണ്ട്രി എന്തായാലും ചെയ്യും. അത് രാവിലെ തന്നെ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തുണികൾ ഉണങ്ങി കിട്ടാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടിയും നമ്മൾ മാക്സിമം ചെയ്യും. പിന്നെ ഈ ഫ്ലാറ്റ് ആയതുകൊണ്ട് അഴയിൽ നമുക്ക് അഴ പോലെയൊന്നും കെട്ടി ചെയ്യുന്നില്ല, സ്റ്റാൻഡ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഫാനിൻ്റെ അടിയിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടൊക്കെയാണ് ഉണക്കുന്നത്. അപ്പോൾ എന്തായാലും ലോണ്ട്രി പരിപാടികൾ നടക്കുകയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ റോബോട്ടിൻ്റെ ക്ലീനിങ്ങും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ റൂമിലൊക്കെ പോയിട്ട് കറക്റ്റായിട്ട് ചെയ്യും. പിന്നെ അതിനെത്താത്ത സ്ഥലങ്ങളിൽ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാൻ തലേ ദിവസം മുരിങ്ങയില പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം അത് ഞാനൊരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് കേട്ടോ എടുത്തു വെച്ചിരുന്നത്. അപ്പോൾ അതെടുത്തിട്ട് ഒന്ന് കിള്ളിയെടുക്കുകയാണ്. തലേ ദിവസം നമ്മൾ എടുത്തു വെച്ചാൽ തന്നെ അതിൽ നിന്ന് ഇല ഉതിർന്ന് കിട്ടാൻ നല്ല എളുപ്പമാണ് കേട്ടോ. നമ്മൾ സാധാരണ അല്ലെങ്കിൽ പൊട്ടിച്ച് കിട്ടുന്നതിനേക്കാളും ഒന്ന് കുടഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് താഴോട്ട് വീഴും. പിന്നെ ഇത് നല്ല ഫ്രഷ് നല്ല
മുരിങ്ങയിലയായിരുന്നു. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോൾ ഒരു ചാൻസ് കിട്ടുന്നോ ഞാൻ മുരിങ്ങയില ഇൻക്ലൂഡ് ആക്കാൻ നോക്കലുണ്ട്. അതുപോലെ തന്നെ ചീരയും. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ഹെൽത്തിനും എല്ലാത്തിനും എന്ത് ഗുണം ഇല്ലയെന്ന് ചോദിച്ചാൽ മതി, അത്ര അധികം ഗുണമുള്ള ഐറ്റമാണ്. അപ്പോൾ എന്തായാലും മുരിങ്ങയില തോരൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. നമുക്കത് കിള്ളിയെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടേ അല്ല. പിന്നെ ആ തേങ്ങയൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ മുരിങ്ങയില ഒന്ന് തോരനാക്കി എടുക്കണം കേട്ടോ. ഒരുപാട് തേങ്ങ ഇടുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ മാക്സിമം കുറച്ച് ഒരു ടേസ്റ്റിന് മാത്രം ഒന്ന് ബൈൻഡ് ചെയ്ത് കിട്ടണമല്ലോ മുരിങ്ങയില, അതിന് വേണ്ടി മാത്രം കുറച്ച് തേങ്ങ ഇടുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒത്തിരി ഇല പറിച്ചാലും തോരനാക്കി വരുമ്പോൾ ഒരു ഇച്ചിരി ഉണ്ടാവുള്ളൂ, മുരിങ്ങയില നല്ല പോലെ ഒതുങ്ങി പോവുമല്ലോ. അപ്പോൾ എന്തായാലും ഒരു കുറച്ച് ഉണ്ടാവുള്ളൂ, എന്നാലും ഇച്ചിരി കഴിച്ചാലും നമുക്ക് നല്ല ഗുണമല്ലേ. പിന്നെ മാക്സിമം നമ്മളിങ്ങനെ ഇലക്കറികൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിക്കുക. ഇപ്പം അത് മുരിങ്ങയില പോലെ ചീര, പിന്നെ അതുപോലെ പാലക്കൊക്കെ കിട്ടുമ്പോൾ അതുപോലെ പലതരം സാലഡ്സിലൊക്കെ നമുക്ക് ലെറ്റ്യൂസ് അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പം ലീഫി വെജിറ്റബിൾസ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ആക്കുകയാണെങ്കിൽ എല്ലാത്തിനും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ കുട്ടികൾക്കാണെങ്കിലും അവരുടെ ഹെൽത്തിനും, അതുപോലെ ഈ ചീരയിലും മുരിങ്ങയൊക്കെ നല്ല അയേൺ റിച്ച് ആയിട്ടുള്ള സംഭവമാണ്, അതുപോലെ ഫൈബറും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇലക്കറികൾ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം അത് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ആക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് ഓൾറെഡി ചോറ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ഇഡ്ഡലി ചെമ്പിൽ ആവിയേറ്റി എടുക്കുകയാണ്. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ നമ്മളുടെ രാവിലെ ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മുടെ റോബോട്ടിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം അതിനകത്തൊരു ഡസ്റ്റ് കളക്ട് ചെയ്യുന്നൊരു ബിൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഒന്ന് ക്ലീനാക്കി എടുക്കണം. അത് നമ്മൾ റെഗുലർലി ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിനകത്ത് ഇല്ലാത്ത ഐറ്റംസ് ഉണ്ടാവില്ല, ഒരുപാട് മുടിയും അതുപോലെ ഈ ലിൻറ്റില്ലേ നമ്മുടെ കാർപ്പറ്റിൻ്റെയും സോഫയുടെയും ഒക്കെ നൂല് പോലെ വരുന്ന ആ ഒരു സംഭവമില്ലേ, അത് കളക്ട് ചെയ്തെടുക്കും. പിന്നെ ചില സമയത്ത് ഉറുമ്പ്, അങ്ങനെ നമ്മുടെ ഫ്ലോറിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ തന്നെ ഇതിനകത്ത് കളക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് ഇതുപോലെയുള്ള ഒരു പേപ്പർ വെച്ചിട്ട് അതിൽ അപ്പം തന്നെ എടുത്ത് കൊണ്ട് കളയാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെയാണ് അത് ഇതിനകത്ത് ഫിറ്റാക്കി വെക്കുന്നത്. പിന്നെ നമ്മൾ അത് ചാർജ് ചെയ്തിടുക, പിന്നെ വീണ്ടും ക്ലീനിങ് ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യമാണ് വെറ്റ് മോപ്പിംഗ് ചെയ്തത്. വെറ്റ് മോപ്പിംഗ് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഏറ്റവും കൂടുതൽ നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയത് ഇങ്ങനെ വാക്യൂം ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. മെയിൻലി നമ്മുടെ മുടിയും പൊടിയും ഒക്കെ കളക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിവ്യൂ താല്പര്യം ഉണ്ടെങ്കിൽ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വർക്കിങ്ങും മാപ്പിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ കുറച്ച് സമയം കിട്ടുമ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ കിച്ചണൊന്ന് പയ്യെ ഒന്ന് ചെറിയ രീതിയിൽ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കബോർഡിൽ കുറച്ച് ടപ്പർ വെയറിൻ്റെ കണ്ടെയ്നേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അതിൽ ഒരേപോലെയുള്ള പാത്രങ്ങൾ വെച്ചിട്ട് കുറച്ചൊന്ന് ലേബൽ ചെയ്ത് വെച്ചു. അപ്പം അത് ലേബൽ ചെയ്യാത്ത കണ്ടെയ്നേഴ്സ് ഒന്നും അതിനകത്തില്ല. അപ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റും കറക്റ്റായിട്ട് ആ ഒരു സെക്ഷനിൽ എന്തൊക്കെയുണ്ടെന്ന്. പിന്നെ അതുപോലെ അതിൻ്റെ മുകളിലുള്ള കബോർഡിലാണെങ്കിലും കുറച്ച് ടോളായിട്ടുള്ള കണ്ടെയ്നേഴ്സാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തു. ഞാനത് ലേബൽ ചെയ്ത് വെക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ ഇപ്പുറത്ത് സെക്ഷനിൽ 2 കണ്ടെയ്നേഴ്സ് അതുപോലെ തന്നെ പിന്നെ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാസ്ക്കറ്റിൽ ചെറിയ ചെറിയ ഐറ്റംസ് വെക്കുവാണെങ്കിൽ ഈസി ആയിട്ട് ആ ഒരു ഹാൻഡിലുള്ളതുകൊണ്ട് എടുക്കാം. പിന്നെ ഈ ഒരു കബോർഡിൽ ഒരേപോലെയുള്ള ഗ്ലാസിൻ്റെ ബോട്ടിൽസാണ് കേട്ടോ വെച്ചേക്കുന്നത്. അതും ടോളായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതും കുറച്ച് നല്ലതായിട്ട് തന്നെ തോന്നി. പിന്നെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെയൊരു സ്റ്റാൻഡ് ഞാൻ വെച്ചിട്ടുണ്ട്. അത് എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. ഈവൻ ദോ കബേർഡ്സ് ഉണ്ടെങ്കിലും അതിൽ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിയത്. അപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ചായപ്പൊടി, പഞ്ചസാര, പിന്നെ നമ്മൾ ഏറ്റവും യൂസ് ചെയ്യുന്ന സ്പൈസസ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതും എനിക്ക് ഹെൽപ്ഫുള്ളാണ്. കാര്യം നമ്മൾ എപ്പോഴും എടുക്കുന്ന ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ അത് കൗണ്ടർ ടോപ്പിൽ ഇരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പിന്നെ അതിന്
മേലെയുള്ള ഒരു കബോർഡാണ്. ആ ഒരു സെക്ഷനിൽ ഞാൻ വേറെ ഐറ്റംസ് ആയിരുന്നു വെച്ചത്. ഇപ്പോൾ ഞാൻ ഒരേപോലെയുള്ള കണ്ടെയ്നേഴ്സിൽ പൊടികൾ, പഞ്ചസാര അങ്ങനെയുള്ള ഐറ്റംസ്. അപ്പോൾ എനിക്ക് എടുക്കാൻ എന്തായാലും സ്റ്റൂൾ വെച്ചിട്ട് കയറണം, എന്നാലും കുഴപ്പമില്ല, അത് അത്യാവശ്യം നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ തൊട്ട് മുകളിലുള്ള കബോർഡാണ്. അപ്പം ഇതിൽ ഞാൻ കുറേ സ്പൈസസ് ഒക്കെ ആയിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇതുപോലെയുള്ള ബോക്സസിനകത്ത് കുറച്ച് ഐറ്റംസ് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ എനിക്ക് ഇതുപോലെയുള്ള ബിഗ് ബോക്സസ് ഉണ്ട്. അപ്പോൾ ബാക്കി പൊട്ടിച്ച് വരുന്ന എക്സ്ട്രാ ഐറ്റംസ് ഒക്കെ ഞാൻ ഇങ്ങനെയുള്ള വലിയ ബോക്സസിലാണ് വെക്കുന്നത്. പിന്നെ ഈ ഒരു കുഞ്ഞ് കണ്ടെയ്നറിലും അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയുക. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ബൈ.